ഏത് സമയത്തും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിലും അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചെക്കിങ്ങും ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. പ്രവാസി സുഹൃത്തുക്കളുമായിട്ട് ചില കാര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കുവൈറ്റിലുണ്ടായ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവർക്കും അറിയാം. നമ്മളെയൊക്കെ വളരെയധികം വേദനിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു അത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 1, 2, 3, 4 ദിവസത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ മറന്നു പോകും. ഇത്തരം സംഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഭാവിയിൽ നമുക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുവൈറ്റിലുണ്ടായിട്ടുള്ള ഈ ഒരു ദുരനുഭവത്തിലേക്ക് നയിക്കാൻ കാരണം ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു ബിൽഡിങ്ങിനെക്കുറിച്ച്, ഈ ഒരു ബിൽഡിങ്ങിനെക്കുറിച്ച് അതിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ താമസിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ് പഴയ ബിൽഡിംഗ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവം ഉണ്ടായത് കുവൈറ്റിലാണെങ്കിലും ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് അധികൃതരൊക്കെ വളരെ ജാഗരൂകരായിരിക്കും. ഏത് സമയത്തും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിലും അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചെക്കിങ്ങും ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നിങ്ങൾ താമസിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് അത് പഴയതാണെങ്കിൽ നിങ്ങൾക്കൊരു സേഫ്റ്റി കുറവ് അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് തൊഴിലുടമയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അവരതിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ, ഇപ്പോൾ ഖത്തറിലെ പ്രവാസി സുഹൃത്തുക്കൾക്കാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ മെട്രാഷു ആപ്ലിക്കേഷൻ വഴിയാണെങ്കിൽ അതിൽ നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന അവിടുത്തെ ഫുഡിനെ കുറിച്ച്, ഇപ്പോൾ കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് മോശമാണെങ്കിൽ ആ ഫുഡിനെ കുറിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സേഫ്റ്റി കുറവ് അനുഭവപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് ഖത്തറിൽ നിന്ന് എന്ന് തന്നെയല്ല, ഇപ്പോൾ മറ്റുള്ള GCC രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെയുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ട്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സേഫ്റ്റി കുറവ് അനുഭവപ്പെടുന്നുവെങ്കിൽ ഇവിടുത്തെ അധികൃതരെ അറിയിക്കുക. ആദ്യം നിങ്ങൾ തൊഴിലുടമയെ അറിയിക്കുക. തൊഴിലുടമ അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ബിൽഡിങ്ങിൽ അനുവദിക്കപ്പെട്ടതിലേറെ ഒരുപാട് പേര് അതിൽ താമസിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അതിൽ ആവശ്യത്തിലേറെ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടതിലേറെ അതിൽ ആളുകൾ താമസിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അതും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ പല ആളുകളും ചിന്തിക്കുക വെച്ചാൽ, ഇപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമുക്കത് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് പല ആളുകളും ചിന്തിക്കുക. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഖത്തറിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇതിൽ ആരാണത് ഈ ഒരു ഇൻഫോർമേഷൻ ഗവൺമെൻറ്റിനോട് പാസ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് അതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ. അതിനെക്കുറിച്ച് യാതൊരു പേടിയും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനുവദിക്കപ്പെട്ടതിലേറെ ആളുകളെ താമസിപ്പിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിൽ സേഫ്റ്റി കുറവ്, ആ ബിൽഡിങ്ങിൽ ഒരു സേഫ്റ്റി കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ, ഇപ്പോൾ സേഫ്റ്റി കുറവ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മിക്കവാറും ബിൽഡിങ്ങിലൊക്കെ ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ ഈ ഒരു ഇൻഫോർമേഷൻ അറിയിക്കാം. ഇങ്ങനെ അറിയിക്കുന്നവരുടെ വിവരങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ള, ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ പാചകം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യും, പക്ഷേ ഗ്യാസും കുറ്റി ഓഫ് ചെയ്യാറില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പോൾ വളരെ ചൂടുള്ള സമയമാണ്, അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ.